ഇന്നത്തേത് ഇംഗ്ലീഷ് ഭാഷയെ സംബന്ധിച്ചുള്ള അടുത്ത വീഡിയോ ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത് ഓർമ്മയുണ്ടോ? ഇംഗ്ലീഷിലുള്ള ഷോർട്ട് സൗണ്ട്സിനെ കുറിച്ച്. ഇന്ന് നമുക്ക് ആ ഷോർട്ട് സൗണ്ട്സ് വെച്ചിട്ട് കുറച്ച് വാക്കുകൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഓക്കെ. ഹായ് എവ്രി വൺ, ഇംഗ്ലീഷ് എവ്രിഡേയിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ പേര് വിദ്യ. നമ്മൾ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഭാഷ എങ്ങനെ നന്നായിട്ട് സംസാരിക്കാമെന്നും പിന്നെ IELTS PT പോലത്തെ എക്സാംസിനൊക്കെ എങ്ങനെ നന്നായിട്ട് പെർഫോം ചെയ്യാം എന്നുമാണ്. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നോക്കുന്നത്, വിച്ച് ഇസ് ഫൊണറ്റിക്സ് അല്ലെങ്കിൽ ഫോണിക്സ്. അപ്പോൾ എല്ലാവർക്കും ഫൊണറ്റിക്സ് എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഒരു ഭാഷയിലുള്ള അക്ഷരങ്ങളുടെ ശബ്ദങ്ങൾ പഠിക്കുന്നതിനാണ് നമ്മൾ ഫൊണറ്റിക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ചാനലിൽ ഇംഗ്ലീഷ് ഭാഷയിലെ അക്ഷരങ്ങളുടെ സൗണ്ട്സ് അല്ലെങ്കിൽ ശബ്ദങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അത് വെച്ചിട്ട് വാക്കുകൾ എങ്ങനെ ഉണ്ടാക്കാം, അതാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇംഗ്ലീഷിലുള്ള അക്ഷരങ്ങളുടെ പേരും ശബ്ദങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ വാക്കുകൾ ഉണ്ടാക്കുമ്പോൾ ശബ്ദങ്ങൾ ഉപയോഗിച്ചാണ് വാക്കുകൾ ഉണ്ടാക്കുന്നത്, ഈ അക്ഷരങ്ങളുടെ പേര് ഉപയോഗിച്ചല്ല. ഓക്കെ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എൻ്റെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം പഠിച്ച ഷോർട്ട് സൗണ്ട്സ് വെച്ചിട്ട് എങ്ങനെ വാക്കുകൾ പറയാം എന്നാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം 3 അക്ഷരങ്ങളുള്ള വാക്കുകളാണ് നോക്കുന്നത്. തുടങ്ങുന്നതിന് മുമ്പ് ഷോർട്ട് സൗണ്ട്സ് എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി നോക്കാം. A B K S D E G J I J K L M O P Q R S T A V W X Y Z. ഓക്കെ, ഇപ്പോൾ ഷോർട്ട് സൗണ്ട്സ് എന്തൊക്കെയാണെന്ന് ഓർമ്മ വന്നല്ലോ. ഇനി നമുക്ക് 2 അക്ഷരങ്ങളുള്ള കുറച്ച് വാക്കുകൾ പറഞ്ഞു നോക്കാം. ഞാൻ പറഞ്ഞതിന് ശേഷം പറയാം. A T at I in I T it A P up A S us A an. ഓക്കെ, ഇപ്പോൾ 2 അക്ഷരങ്ങളുള്ള വാക്കുകൾ പഠിച്ചല്ലോ. ഇനിയാണ് നമുക്ക് 3 അക്ഷരങ്ങളുള്ള വാക്കുകൾ പറഞ്ഞു നോക്കേണ്ടത്. ഞാൻ പറഞ്ഞതിന് ശേഷം പറയാം. K A T cat T O P top K A P cup
A. Pan. E. T. Pet. S. E. X. 6. E. X. Fix. B. E. T. Bet. E. Hen. T. E. 10. പറയാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഒന്നുകൂടി സ്വയം പറഞ്ഞു നോക്കുക. എല്ലാ വാക്കുകളും കറക്റ്റായിട്ട് പറയാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ വീണ്ടും വീണ്ടും കാണുക. അതിനുശേഷം ഇതേപോലെ കൂടുതൽ വാക്കുകൾ പറയാനായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി ഇനി നമുക്ക് അടുത്ത വീഡിയോസിൽ നോക്കാം. ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഫാമിലിയുടെ അടുത്തും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.